അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ വിഷമങ്ങളിലോ എല്ലാം എൻ്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തോന്ന് ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. എൻ്റെ മുഖത്ത് നോക്കിയ ഒരാളും ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം കൊണ്ട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. മനസ്സിലായി? ഇപ്പം നിങ്ങൾ പറയുന്നു ആരോ എന്തോന്ന് അറിയാത്ത കുറേ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു. അവർ ഞാൻ കാരണമാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ വന്ന് കുറേ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ എന്ന് പറയുന്ന രീതിയിൽ ഫേമസ് ആവുന്നത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്, അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എൻ്റെ മുഖമല്ലേ വരുന്നത്. എഴുതിക്കോട്ടെ, അതിനെന്താ? കാരണം ഒരു PR വർക്കും വേണ്ട. കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എൻ്റെ മുഖം ഓർക്കാത്തൊരു ദിവസം ഉണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്? ഇല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട്, ഇല്ലേ? എത്ര ലക്ഷം രൂപയാണെങ്കിലാവും. കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ ഡെയിലി ഓർക്കുന്ന കാര്യം പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാം, നമുക്ക് അത്രയും റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള സിനിമകള് TV ചാനലുകളിലായാലും കാണാൻ മൈ ബോസ്, അതുപോലെ തന്നെ CID ന്യൂസ് ഒക്കെയാണ്. അപ്പൊ പവി കെയർടേക്കർ എന്ന് പറയുന്ന പടം ദിലീപേട്ടന്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള ഇമോഷൻ പ്ലസ് കോമഡി ആണല്ലോ. അപ്പൊ നമുക്കൊരു എമ്പതി ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണോ പവി? അല്ല, ഇയാളെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണ് എൻ്റെ ഇത്ര നാളത്തെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പവി കെയർടേക്കർ. അതിന് ഭയങ്കര അടിച്ചമർത്തിയ അവകാശവാദങ്ങളല്ല, എൻ്റെ വിശ്വാസമാണ്. ആരാ? അത് എന്നെ ഉദ്ദേശം എന്നെ ഇപ്പം ചിലപ്പോൾ ഞാൻ സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നാൽ പറയും ഈ പറഞ്ഞ പോലെ പഴഞ്ചനാണെന്നൊക്കെ പറഞ്ഞേക്കാം. ഇതെല്ലാം അറിയാം എന്തിനാ പറഞ്ഞത്. നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സംഭവം അതാണ്. കാരണം ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഒരു കഥയും കൊണ്ട് ഹീറോയുടെ പുറകിൽ നടക്കുക, അതിനുവേണ്ടി അല്ലേ? ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങള് പിന്നെ അതല്ലേ പറഞ്ഞ ചെറിയ ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു സാഹചര്യം ഇപ്പം മൂസ 2 നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോംബോ ഒന്നിച്ച് അന്ന് അങ്ങനെ അതേ ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മൂസ 2 ഉണ്ടാവും. അതുണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് കണ്ടിട്ട് നിങ്ങളെ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആൾ ചെയ്തിരുന്നത് ചിലപ്പോൾ ബെറ്റർ ആയിരുന്നു. അതിന് ഞാൻ വഴിവെക്കുകയില്ല. ഒന്നെങ്കിൽ കട്ടയ്ക്ക് പിടിക്കാൻ അന്ന് ഉണ്ടാക്കിയതാണ് തന്നെ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ടുകൊടുക്കില്ലേ, കൊടുക്കില്ല. സ്കോട്ട്ലൻഡിൽ തുടങ്ങും. സ്കോട്ട്ലൻഡിലായിരിക്കും ഇന്റർനെറ്റ് സ്ട്രോങ്. ഒരു കാര്യം ഞാൻ പറയും, പല ഇന്റർവ്യൂ ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലെ മാറാറുണ്ട്. ഇത് പവി കെയർടേക്കർ എന്ന സിനിമയുടെ പത്രസമ്മേളനം. നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിന്റെ നമുക്ക് വിജയാഘോഷ സമയത്ത് നടത്താം. പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം. ഒരിക്കലും ഇങ്ങനെ ഈ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമുക്കറിയാം ജെയിംസ് ബോണ്ട് സീരീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാലും മതി. ബാക്കിയൊക്കെ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. മൂന്നല്ല ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നികത്താൻ ശ്രമിക്കും. പിന്നെ കഴിവിന് അതാ പറ്റേ ഒരുപാട് കടമ്പകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും, ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം. എന്തായാലും ഉറക്കം കിടത്തുന്ന ദിവസങ്ങളായിരിക്കും അത്. അപ്പൊ എന്തായാലും നമ്മൾ വഴിയിലേക്ക് വരാം.